മേഘനേട്ടത്തി വീട്ടിലെവിടെയില്ല. വീട്ടിൽ ഒരിടത്തും ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയതായിരിക്കണം? ഇതുവരെ നീ എവിടെ പോയിട്ട് വരിക? കുറച്ചായിട്ട് എന്റെ മനസ്സിൽ ഈ സംശയം ഇല്ലാതില്ല മഞ്ജരി. നിനക്കറിയോ, ആ മേഘനയും മേഘനന്ദയും ഒരേപോലെയല്ല ചിന്തിക്കുന്നെ. ഒരേ രീതിയിലുള്ള സംസാരവും. അതുമല്ല, ഈ ഇടയ്ക്ക് നടന്ന പ്രശ്നങ്ങളെല്ലാം അതിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ളതുമായിരുന്നു. ആ സംശയത്തോടെയാണ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത്. അങ്ങനെ ഒടുവിൽ അവസാനം ഈ തെളിവ് എന്റെ കൈ കിട്ടി. ഇതും കൈവച്ചോണ്ട് നീ എന്താ വെറുതെ ഇരിക്കുന്ന മഞ്ജരി? പെട്ടെന്ന് എല്ലാരെയും കാണിച്ചു കൊടുത്തൂടെ? അങ്ങനെ വേണ്ട ആന്റി. കൊടും മഴ പെയ്യുമ്പോ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച വല്ല ലാഭം ഉണ്ടാവോ? മഴയുടെ ശക്തിയിൽ ആഗ്നേയാസ്ത്രം അപ്പൊ തന്നെ അലിഞ്ഞു പോവും. എന്നുവെച്ചാ ഇപ്പൊ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്നറിയാലോ. എല്ലാരും മേഘനെ തോളിലേറ്റി വെച്ചിരിക്കുക. എല്ലാരും വീണ്ടും മേഘന മന്ത്രം ജപിച്ചു തുടങ്ങി. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഈ തെളിവ് നമ്മളെല്ലാവരും കാണിച്ചാലും അവരതൊന്നും കാണിക്കാണ്ട് അവളെ ക്ഷമിച്ച് സ്വീകരിക്കും. അതുകൊണ്ടാ നല്ലൊരു സന്ദർഭത്തിനായി ഞാൻ കാത്തിരിക്കുന്നെ. എല്ലാം ഒത്തു കിട്ടുമ്പോ ഈ അസ്ത്രം ഞാനങ്ങ് പ്രയോഗിക്കും. അതും ശരിയാ, ഞാൻ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. അപ്പൊ നമുക്ക് കാത്തിരിക്കാല്ലേ? ആ മേഘനയെ കൊണ്ട് നക്ഷത്രം എണ്ണിച്ചാലേ ശരിയാവൂ. എന്ത്? നാളെ നിന്റെ പിറന്നാളാണെന്നോ? അങ്ങനെയാണെങ്കിൽ നാളെ ഈ വീടൊരു ഉത്സവപ്പറമ്പാക്കി മാറ്റണം. വേണ്ടച്ചാ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഞാനൊരു അന്യയായ സ്ത്രീയാ. അപരിചിതയായ ഒരുത്തിയുടെ പിറന്നാള് ഉത്സവം പോലെ ആഘോഷിക്കാൻ ഇവിടെ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇനി എന്ത് കാരണമായിക്കോട്ടെ, എല്ലാവരും ഉണ്ടായിട്ടും മേഘന ഈ വീട്ടിൽ ഒരൊറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഒന്നുമില്ലെങ്കിലും പിറന്നാളിന്റെ സമയമെങ്കിലും അവിടെ നിന്ന് സന്തോഷിക്കട്ടെ. എന്താ അവക്ക് വേണ്ടി ഞാൻ ചെയ്യാ? ഇനി ഈ സമയത്ത് കേക്ക് ഓർഡർ ചെയ്താലും കിട്ടില്ല. വേറെന്താ ചെയ്യാ? യെസ്, കേസരി ഹൽവ ഉണ്ടാക്കി കൊടുക്കാം. അതും എന്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കും. എന്നാലേ മേഘനയ്ക്ക് സന്തോഷാവും. ഇനി ഞാനിതൊക്കെ ചെയ്യുന്നതുകൊണ്ട് മേഘന തെറ്റിദ്ധരിക്കുമോ? അവളോട് എനിക്ക് പ്രണയമാണെന്നെങ്ങാനും കരുതുമോ? എന്നാലും അവൾക്ക് സന്തോഷം ഉണ്ടാവാനല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നേ. അവൾ അത് മനസ്സിലാക്കിക്കൊള്ളൂ. മിഥുനേട്ടാ, എന്താ ഇതൊക്കെ? ഇത് നിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാക്കിയതാ. പക്ഷേ മിഥുനേട്ടൻ എന്തിനാണ് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയത്? ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നീ അത് കട്ട് ചെയ്യേ. വാ, ഇരിക്കും.
മിഥുന്റെ തലയ്ക്കോളവാ. അല്ലെങ്കിൽ ഈ കുരുപ്പിന്റെ പുറകെ ഇങ്ങനെ നടക്കൂ? അറിഞ്ഞ ഭാവം കാണിക്കാതിരിക്കാനുള്ളതിന് കേസരി ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യുന്നു. മേഘനെ, നീ എന്താ ആലോചിക്കുന്നേ? ഇത് കട്ടി നിനക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാ ഇത്. എന്ത്? മിഥുനേട്ടൻ ഉണ്ടാക്കിയെന്നോ? അതെ, യൂട്യൂബിലെ വീഡിയോ നോക്കി കഷ്ടപ്പെട്ട ഉണ്ടാക്കിയത്. കട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മേഘനെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. മേഘനെ, എന്താ ആലോചിക്കുന്നേ? എനിക്ക് തരുന്നില്ലേ? എന്റെ വായിൽ വെച്ചതാ. മിഥുന്റെ മനസ്സാകെ മാറിയിരിക്കുക. മേഘനയ്ക്കും അവനും ഇടയിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവളോട് അടുക്കാൻ ശ്രമിക്കുക. കുറച്ചു ദിവസം കഴിയുമ്പോ അവളെ പറഞ്ഞു വിടാനുള്ളതാണെന്ന് പോലും ചിന്തിക്കാതെയല്ലേ അവളോട് ഈ സ്നേഹം കാണിക്കുന്നേ? നിന്നെയുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും അതിന് വിലയുണ്ടാവില്ല. മനുഷ്യത്വമാണ് മണ്ണാങ്കട്ടയാണ്, മറ്റൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കും. പക്ഷെ ഇത് എന്താണെന്ന് എനിക്കറിയാം. ഇത് തകർത്ത് തരിപ്പണമാക്കണമെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന തെളിവ് കൊണ്ട് ഈ വീട്ടിലൊരു പുകിലുണ്ടാക്കണം. അവസരം നോക്കി പ്രയോഗിച്ചാലേ ആ വജ്രായുധം കുറുക്കിക്കൊള്ളൂ. താങ്ക് യു വെരി മച്ച് മിഥുനേട്ട. എനിക്ക് വേണ്ടി മിഥുനേട്ടൻ ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. എന്റെ പിറന്നാൾ മിഥുനേട്ടന് ഓർമ്മയുണ്ടാവുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. മേഘനെ, നീ ഹാപ്പി അല്ലേ? അപ്പൊ ഞാനും ഹാപ്പിയാ. അല്ല മഞ്ജരി, എന്തിനാ ഈ ഡെക്കറേഷൻ ഒക്കെ? എന്താ ഒക്കേഷൻ? കുറച്ചു കഴിയുമ്പോ നീ തന്നെ എല്ലാം കാണാൻ പോവല്ലേ? ഇന്ന് വിശേഷപ്പെട്ട ദിവസമൊന്നുമല്ലല്ലോ, എന്നിട്ടും എന്തിനാ ഈ അലങ്കാരമൊക്കെ? ഉത്സവത്തെക്കാളും വിശേഷത്തെക്കാളും ഒക്കെ വിലപ്പെട്ട ദിവസം ഇന്ന്. വിലപ്പെട്ട ദിവസാണെന്നോ? എന്താ മഞ്ജരി അത്? ആന്റി കുറച്ചൊന്ന് ക്ഷമിക്കേ, എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ഞാനൊരു ചെറിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്.
മേഘനെ വാ വാ ഇങ്ങ് വന്നേ. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് വേണ്ടിയോ? എന്തിനാ? ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ നീയാണ് മേഘനെ. അതിനാണ് ഈ ഡെക്കറേഷൻസ് പോലും. നീ എന്താ ഉദ്ദേശിച്ചെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു മഞ്ജരി. ഏട്ടത്തി, ഇന്ന് ഏട്ടത്തിയുടെ പിറന്നാളാണോ? ഹാപ്പി ബർത്ത്ഡേ ഏട്ടത്തി. താങ്ക് യു സഞ്ജന. എന്റെയും പിറന്നാൾ ആശംസകൾ മോളെ. താങ്ക് യു അച്ഛമ്മേ. അതല്ല, ഇന്നെന്റെ പിറന്നാളാണെന്നുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞു മഞ്ജരി? ഇന്നലെ രാത്രി മിഥുൻ നിന്നെ കൊണ്ട് കേക്ക് കട്ടിയിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത്. മേഘനെ, ബാക്കിയെല്ലാം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ അച്ഛമ്മയുടെ ജീവൻ രക്ഷിച്ച് ഈ കുടുംബവിളക്ക് കാത്തത് നീയല്ലേ? അല്ലെങ്കിൽ ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. അതുകൊണ്ടാണ് നിന്റെ പിറന്നാളിന്റെ അന്ന് നിനക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാന്ന് കരുതിയെ. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഡെക്കറേറ്റ് ചെയ്തത്. എന്താ മേഘനെ നീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തപ്പോ നീ ഷോക്കായി പോയല്ലേ? ചില സമയങ്ങളിൽ ഇങ്ങനെയാ, അത്ഭുതങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ ഉണ്ടാവുക. ഈ പിറന്നാള് മാത്രം നിനക്കൊരിക്കലും നിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പിറന്നാളായിരിക്കുമെന്ന് ഉറപ്പാ. മരണം വരെ ഓർമ്മിക്കും വിധം അത്ഭുതകരമായ രീതിയിലാണ് ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നെ. എന്റെ മുഖം കണ്ട വിഷം കക്കുന്ന മഞ്ജരി ഇന്ന് എന്തിനാ ഇങ്ങനെ തേൻ പുരട്ടി സംസാരിക്കുന്നേ? ഒരിക്കലും കാണിക്കാത്ത സ്നേഹമാണല്ലോ. കാരണമില്ലാതെ ഒരിക്കലും മഞ്ജരി ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇവളുടെ ഈ പെരുമാറ്റത്തിന് പിന്നിൽ എന്തോ വലിയ പ്ലാനുണ്ട്. എന്തായിരിക്കും അത്? കമോൺ മേഘനെ, നീ എന്തിനിങ്ങനെ മടിച്ചു നിൽക്കുന്നേ? ഓഹോ, ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന് നീ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരിക്കില്ല അല്ലേ? ഇത് തുടക്കം മാത്രോ, ശരിക്കുള്ള അമിട്ട് പൊട്ടാൻ പോകുന്നേ ഉള്ളൂ. നിന്റെ ഹൃദയം ഒന്ന് കൈകൊണ്ട് താങ്ങിക്കൂ. അല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ നടക്കാൻ പോകുന്ന ട്വിസ്റ്റിൽ നിന്റെ ഹൃദയം പറഞ്ഞ് താഴെ വീണു പോവും. സുദീപ്, എത്ര നേരമായി? കേക്ക് പെട്ടെന്ന് കൊണ്ടുപോവാ. വാ മേഘ്നെ, കമോൺ. ഒരു മിനിറ്റ്. ഇത്രയും ആർഭാടായിട്ടെല്ലാം ഒരുക്കിയിട്ട് ഒരു ഓളം ഇല്ലാതായാലും എങ്ങനാ? ഇതിൽ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യണ്ടേ? കുറച്ചുകൂടെ കിക്ക് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യാ? ആ, ഇപ്പോഴാ ഓർമ്മ വന്നേ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മേഘനയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്.
കണ്ടതും നിങ്ങൾ എല്ലാവരും അന്തം വിട്ട് ഷോക്ക് അടിച്ചു നിൽക്കും. ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അതാണ് സ്പെഷ്യൽ ഐറ്റം. വൺ മിനിറ്റ്, ദാ ഇപ്പൊ കാണിക്കാം. Ready? 1, 2, 3, go! എങ്ങനെയുണ്ട് ഇരുട്ടടി? കണ്ണ് തള്ളിപ്പോയല്ലേ? കണ്ടോ എല്ലാവരും? അതിഗംഭീരമായില്ലേ? ഈ ഗംഭീരമായ സിനിമയ്ക്ക് ഏതെങ്കിലും ഒരു നല്ല പേരും കൂടി കണ്ടുപിടിക്കണം. എന്ത് പേര് ഇടുക? ഒരു നല്ല പേര് കിട്ടിയിട്ടുണ്ട്. നന്ദൻ കുടുംബത്തിന്റെ മാനസപുത്രിയുടെ വീരഗാഥ. മേഘനെ, നിനക്കിഷ്ടപ്പെട്ടോ ഞാൻ കണ്ടുപിടിച്ച പേര്? എല്ലാവർക്കും മനസ്സിലായല്ലോ. മേഘന എന്ന നാടകക്കാരിയുടെ വേദി തകർത്തുകൊണ്ടുള്ള അഭിനയ മികവ് എന്നാലും പറയാതിരിക്കാൻ വയ്യ. എന്തൊരു പെർഫോമൻസോ! വീട്ടിലും മേഘന, ഓഫീസിലും മേഘനന്ദ. നന്ദ എന്നൊരു വാലും വെച്ചോണ്ട് എല്ലാവരെയും നീ എത്ര നാളാ കുരങ്ങ് കളിപ്പിച്ചത്?
മേഘന എന്ന പേരിൽ വീട്ടിൽ നിന്ന് പുറത്തു ചാടി മേഘനന്ദ എന്ന പേരിൽ ഓഫീസിൽ കയറി പറ്റി. എന്നാൽ എവിടുന്നാ നിനക്ക് ഇത്തരം ആശയങ്ങളൊക്കെ ഉണ്ടാവുന്നത്? പട്ടിക്കാട്ടിലെ ചാണകക്കുഴിയിലെ പുഴുക്കള് മുഴുവനും നിന്റെ തലയിലുണ്ടല്ലോ. കാലക്കി സിറ്റിയിലെ അപ്ഗ്രേഡഡ് ബ്രെയിനെ പോലും തറ പറ്റിക്കുന്ന മിടുക്ക കാണിച്ച്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ മതി, അതിനെ ചൂണ്ടിക്കാണിച്ച് ഉപദേശവും കഴിഞ്ഞിട്ടേ ഇവൾ ഉറങ്ങാൻ പോവാറുള്ളൂ. എന്നിട്ട് ഇവള് കാണിച്ച ഈ വൃത്തികേട് ഏത് പുഴയിൽ ചെന്ന് മുങ്ങി എഴുന്നേറ്റാലാ ശരിയാവോ? ആരെയൊക്കെ കൊണ്ടുവന്നാണാവോ ഉപദേശിക്കേണ്ടത്? എന്താ മേഘന ഇതിന്റെയൊക്കെ അർത്ഥം? ഇത്രയും കുനിഷ്ഠ ബുദ്ധി നിനക്കുണ്ടാവുമെന്നോ ഒരു കൂസലില്ലാതെ ആൾമാറാട്ടം നടത്തി ഓഫീസിൽ കയറി പറ്റൂന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാൽ ഇത് മഹാമോശമായി പോയി മേഘന. നിന്റെ പ്രകൃതം എനിക്ക് പിടിക്കുന്നതല്ലെങ്കിലും എന്തൊക്കെയോ നന്മ നിന്നിൽ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയ്ക്കും സൂത്രശാലി ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ എന്തിനാ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഈ കുടുംബം മുച്ചൂട് മുടിക്കാനും ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കാനും ഇനി ഏതറ്റം വരെ പോകുന്നേ? ചോദിച്ചത് നിന്നോടല്ലേ മേഘനെ? മോമിന്റെ ഓരോ ചോദ്യത്തിനും നീ മറുപടി പറഞ്ഞേ തീരൂ. എന്തിനു വേണ്ടിയാ നീ ആൾമാറാട്ടം നടത്തിയത്? നിന്റെ ഈ രണ്ട് മുഖങ്ങൾക്ക് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഇത്തരം വേഷം കെട്ടുകൾ ആര് കാണിക്കും? ഇത് ഇവിടെയുള്ള പലതും കൈയടക്കാനുള്ള വ്യാമോഹവും നമ്മളെയെല്ലാം തറ പറ്റിക്കാനുള്ള ദുരുദ്വേഷവും മാത്രമേ ഇതിന് പുറകിലുണ്ടാവൂ. മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആരും ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിക്കില്ലല്ലോ. കാര്യകാരണങ്ങളില്ലാതെ ഞാനൊന്നും ചെയ്യാറില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടാതീനെ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് ഇപ്പൊ അതിന്റെ പവിത്രതയെ കുറിച്ച് സംസാരിക്കുന്നു. നീ ചെയ്ത വൃത്തികേടുകൾക്ക് ന്യായീകരണങ്ങളൊന്നുമില്ല മേഘനെ. അങ്ങനെ പറയില്ലേ അമ്മേ. നല്ല വല്ല കാര്യമായിരുന്നെങ്കിൽ നിന്റെ ന്യായീകരണം ഞാനും കേട്ടേനെ. ഇത്തരം തരംതാണ പ്രവൃത്തിയുടെ പുറകിലുള്ള കാരണം എന്താണെന്ന് അറിയാൻ പോലും എനിക്കും എന്റെ കുടുംബത്തിനും യാതൊരു ആഗ്രഹവുമില്ല. അരുണമേ, ഏത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലാണ് മേഘന അങ്ങനെ ചെയ്തതെന്ന് നമുക്കും കൂടി മനസ്സിലാകണമെങ്കിൽ അവൾക്ക് പറയാനുള്ളതും കൂടി കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണ്ടേ? അതിന്റെ ആവശ്യമില്ല ജയേട്ടാ. അധിക പ്രസംഗത്തരം കാണിച്ച അവസാനം മണ്ണ് കപ്പുന്നത് അവളുടെ സ്ഥിരം പരിപാടിയായിരിക്കില്ലേ? അവളുടെ ഈ ഉഡായിപ്പുകൾ കാരണം നമുക്ക് എന്തൊക്കെ നാണക്കേടുകളാ ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്ന് ഓർമ്മയില്ലേ? മേഘന കൂടെയുണ്ടെങ്കിൽ മിഥുന് അപകടമുണ്ടാവുമെന്ന് എത്രയോ തവണ ഞാൻ സൂചിപ്പിച്ചതാ. അവളിൽ നിന്നും മിഥുനെ അകറ്റണേന്ന് ഒരു 100 തവണ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അതും മറികടന്നല്ല അവള് പുതിയ ഓരോ പ്ലാൻ ഉണ്ടാക്കുന്നത്.
മേഘനയുടെ രൂപത്തിൽ ടർക്കിയിലേക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോ അവള് മേഘനന്ദയായി മിഥുന്റെ കൂടെ കൂടി. മിഥുന്റെ കൂടെ മേഘന പോയതുകൊണ്ടാണ് പ്രവീൺ മാധവിന്റെ രൂപത്തിൽ അപകടമെത്തിയത്. ഇവൾ ആ ടർക്കി ടൂർ പോവാതിരുന്നിരുന്നെങ്കിൽ അവിടെ അവന് യാതൊരുവിധ അപകടം ഉണ്ടാവില്ലായിരുന്നിരിക്കാം. മിഥുനെ രക്ഷിച്ചതിന്റെ പേരിൽ മേഘനന്ദയെ തോളെ കെട്ടി വച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ മേഘനന്ദയായി കൂടെ പോയ മേഘന കാരണം അവന് അപകടമുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഇനി മേഘനന്ദയോ മേഘനയോ ആയാലും എനിക്ക് അവരോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ.